the arithmetic sequence 8, 11, 14, etc. 8, 11, 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഒന്നാമത്തെ ചോദ്യമാണത്. 8, 11, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. രണ്ടാമത്തത്, ഈസ് 21 എ ടേം ഓഫ് ദി സീക്വൻസ് y. 21 അല്ല, 121. ഈസ് 121 എ ടേം ഓഫ് ദി സീക്വൻസ് y. 121 ഈ സീക്വൻസിലെ ഒരു പദമാണോ? 121 ഒരു പദമാണോ? എന്തുകൊണ്ട്? മൂന്നാമത്തെ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് വിൽ നോട്ട് ഒക്കർ ഇൻ ദിസ് സീക്വൻസ്. അതായത് ഈ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിൻ്റെയും വർഗം ഈ സമാന്തര ശ്രേണിയിൽ ഇല്ല എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ഇതിലെ എ പാർട്ട് we are given a sequence, arithmetic sequence 8, 11, 14, etc. First term is equal to 8. Common difference is equal to 11 minus 8 equal to 3. Common difference is 3. Now xn equal to dn plus a minus d, which is equal to 3n plus 5. Okay, that is the nth term of the sequence. Now second part, we have to check 121 is a term. 121 ഇതിലെ ഒരു പദമാണോ എന്നറിയാൻ നമ്മുടെ ഒരു പദത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് 3n + 5 ആണ്. ഉടനെ നമുക്ക് എഴുതാം 3n + 5 ആണ് 121 എന്ന് എടുക്കുക. പദമെല്ലാം ഈ ഫോമിലായിരിക്കും. അപ്പോൾ 3n-ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? 121 121 മൈനസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3n ഈസ് ഈക്വൽ ടു 121 മൈനസ് 5 എന്ന് പറയുമ്പോൾ 116 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് n-ന്റെ വാല്യൂ ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല. 116/3 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പൂർണ്ണസംഖ്യ അല്ല, നോട്ട് ആൻ ഇൻറ്റിജർ. പൂർണ്ണസംഖ്യ അല്ല എന്നാണ്. പൂർണ്ണസംഖ്യ അല്ല. അതുകൊണ്ട് therefore 121 ഒരു ടേം അല്ല. therefore 121 is not a term of the arithmetic sequence. 121 ഈ ശ്രേണിയിലെ 121 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. ഇപ്പം ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റുന്ന രീതിയിൽ ഞാനത് PDF ഫയലായിട്ട് ഇട്ടേക്കാം, കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തത് സി പാർട്ടാണ്. പദത്തിൻ്റെ വർഗം എടുത്തു നോക്കാം. സ്ക്വയർ ഓഫ് nth ടേം. സ്ക്വയർ ഓഫ് nth ടേം എന്ത് കിട്ടും? പദത്തിൻ്റെ വർഗം അല്ലേ? പദത്തിൻ്റെ വർഗം ഇവിടെ ഉണ്ടെന്ന് ഈ ശ്രേണിയിൽ തന്നെ ആണെന്ന് കാണിക്കണം. പദത്തിൻ്റെ വർഗം എടുത്തു നോക്കാം. ശ്രേണിയിലെ പദം എന്ന് പറയുന്നത് 3n + 5 രൂപത്തിലാണ് അതിൻ്റെ വർഗം. ഉണ്ടോ?
അപ്പോൾ എ പ്ലസ് ബി രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം, ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ തുക പ്ലസ് ചിഹ്നം വർഗം സ്ക്വയർ ഈക്വൽ ടു ആദ്യത്തതിൻ്റെതും സ്ക്വയർ ഉണ്ടാവും. പിന്നെ എല്ലാം പ്ലസ് ചിഹ്നമായിരിക്കും. ഇവ തമ്മിൽ ഗുണിച്ചതിൻ്റെ ഇരട്ടിക്കാണ് 2ab എന്ന് വരുന്നത്, 2ab. പിന്നെ അവസാനത്തിൻ്റെ വർഗം, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തതിൻ്റെ വർഗം ഇവിടെ 3n, രണ്ട് നമ്പർ, രണ്ട് എക്സ്പ്രഷൻസ് ഉള്ളതുകൊണ്ട്, രണ്ട് 3യും n ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ 3n ഇങ്ങനെ വെറുതെ സ്ക്വയർ എഴുതരുത്, ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ എഴുതണം. അതാണ് ഓർക്കേണ്ട കാര്യം. 3n സ്ക്വയർ. അടുത്തത് ഈ പദങ്ങളുടെ പ്രോഡക്റ്റ്, ഗുണനഫലം 3n ഇൻറ്റു 5 ആണ്. അതിൻ്റെ ഇരട്ടിക്ക് ഇൻറ്റു 2 പ്ലസ് 5ൻ്റെ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് 9n സ്ക്വയർ എന്നാവും. ഇത് 30n എന്നാവും. അടുത്തത് 25 എന്നാവും. 9n സ്ക്വയർ പ്ലസ് 30n പ്ലസ് 25 എന്ന് കിട്ടും. ഇത് ഈ എഴുതിയിരിക്കുന്ന ഈ 9n സ്ക്വയർ പ്ലസ് 30n പ്ലസ് 25 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശ്രേണിയിൽ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ, ശ്രേണിയിൽ ഉള്ള പദത്തിൻ്റെ പ്രത്യേകത 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 5 രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 5 രൂപത്തിൽ എടുക്കാം. ഇവിടെ നമുക്ക് 3 എടുക്കാം, ഇവിടുന്ന് എടുക്കാം, ഇവിടുന്ന് 3 എടുക്കാം, ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ 3 എടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയാൽ ഇത് 9n സ്ക്വയർ എന്നും 9n സ്ക്വയർ പ്ലസ് 9n സ്ക്വയർ. അടുത്തത് 30n, അതിന് മാറ്റമില്ല. ഈ 25നെ 24 പ്ലസ് 1 എന്ന് എഴുതുവാണ്. 9n സ്ക്വയർ പ്ലസ് 30n. ഇങ്ങനെ എഴുതാൻ കാരണം നമുക്ക് 3 എടുക്കാൻ പറ്റണം, 3 പുറത്തേക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ ഈ 3 ടേമിൽ നിന്ന് നമുക്ക് 3 പുറത്തെടുക്കാം. 3 ഇൻറ്റു 3 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 3 കൊണ്ട് ഹരിച്ചെഴുതുക എന്നാണ്, ഡിവൈഡ് ചെയ്തെഴുതുക. അപ്പോൾ ഇവിടെ 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3n സ്ക്വയർ, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10n, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 പ്ലസ് 1 എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 8 പ്ലസ് 1. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒരു സംഖ്യയാണ്. നമുക്ക് ഈ ബ്രാക്കറ്റിന് നമുക്കൊരു k എന്ന് കൊടുത്താൽ ഇത് 3k പ്ലസ് 1 എന്നാണ്. പദത്തിൻ്റെ വർഗത്തിൻ്റെ രൂപം 3 ഇൻറ്റു ഒരു സംഖ്യ പ്ലസ് 1 എന്നാണ്. നമ്മൾ ഈ ശ്രേണിയിലെ പദത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ച് കഴിഞ്ഞു. 3n പ്ലസ് 1 ആണ്, 3n പ്ലസ് 5 ആണെന്നാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്ക്വയർ എടുത്തപ്പോൾ, വർഗം എടുത്തപ്പോൾ 3k പ്ലസ് 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പദത്തിൻ്റെ വർഗം ഈ ശ്രേണിയിലെ പദമല്ല. Therefore, square of the term, squares of the terms is not in the given sequence. പദത്തിൻ്റെ വർഗം ഈ ശ്രേണിയിൽ ഇല്ല എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 230 ആണ്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 230. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 230 ആണ്. ഓക്കെ, അടുത്തത് സം ഓഫ് ഫസ്റ്റ് 16 ടേംസ് ഈസ് 560. ആദ്യത്തെ 16 പദങ്ങളുടെ തുക 560 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 230 ആണ്. ആദ്യത്തെ 16 പദങ്ങളുടെ തുക 560 ആണ്. The sum of first 10 terms of an arithmetic sequence is 230 and the sum of first 16 terms is 560. Okay, 560. Find the first term and common difference. നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ്. ഈ ശ്രേണിയുടെ ഒന്നാം പദം
ഒന്നാം പദം എ കാണണം, പിന്നെ പൊതുവ്യത്യാസം ഡി കാണണം. അതാണ് ഇതിൻ്റെ എ പാർട്ട്. ബി പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ബീജഗണിത രൂപം. ബീജഗണിത രൂപം, ബീജഗണിത രൂപം, ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ, അത് വേണം. മൂന്നാമത്തെ നമുക്ക് വേണ്ടത് പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക. അതിന് നമുക്ക് SN എന്ന് വിളിക്കാം. ഇത് കാണണം. അപ്പോൾ ഇവിടെ ഇത് ബീജഗണിത രൂപം XN ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് കാണേണ്ടത്. സോ an arithmetic sequence with sum of first 10 terms is 230, sum of first 16 terms is 560. Then find the first term and common difference, find the algebraic expression and find the sum of first 10 terms. Okay. അപ്പോൾ ഇതിൽ നമുക്ക് S10 കാണുന്നതിന് S10 കാണുന്നതിന് SN കാണുന്നതിന് നമുക്ക് 3 ഫോർമുലയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ ഒന്നാമത്തത് SN നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ചുകൂടി എളുപ്പം. ഇവിടെ ഉപയോഗിക്കുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇങ്ങനെ തുക കാണുന്നതിന്. ഫസ്റ്റ് ഒന്നാം പദവും അവസാന പദവും അറിയാമെങ്കിൽ നമുക്ക് n പദങ്ങളുടെ തുക കാണാം. ഇതാണ് ഒരു ഫോർമുല. അപ്പോൾ ഇവിടെ 10 ആണ് എഴുതുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്നിന് പകരം 10 ആണ്. അപ്പോൾ S10 എന്ന് പറയുന്നത് S10 കാണുമ്പോൾ n ഉള്ള സ്ഥലത്തെല്ലാം n എവിടെ കൊണ്ടോ അവിടെയെല്ലാം 10 കൊടുക്കുക എന്നാണ്. n ഉള്ള സ്ഥലത്തെല്ലാം 10 കൊടുക്കുക. ഇവിടെ ഒരു 10 ഉണ്ട്, 10/2. ഇവിടെ x1 ആണ്, ഇവിടെ x10 ആണ്. n ഉള്ള സ്ഥലത്തെല്ലാം 10 കൊടുത്തു. ഈ S10 230 ആണ്. സോ 230 ഈസ് ഈക്വൽ ടു 230 സമം 5 ഇൻറ്റു x1 പ്ലസ് x10. ഓക്കെ. അപ്പോൾ 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ therefore x1 പ്ലസ് x10ൻ്റെ വാല്യൂ 230/5 എന്ന് കിട്ടും. 230/5 ആണ്. ഓക്കെ. അപ്പോൾ 230/5 നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ x1 പ്ലസ് x10 ഈസ് ഈക്വൽ ടു 230യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 230 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 4 ടൈംസ് 20 3 36 46 എന്ന് കിട്ടും. ഓക്കെ, 46 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഒരു കണ്ടീഷൻ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ. നൗ അപ്ലൈ ദി സെക്കൻഡ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ n-ന് പകരം നമുക്ക് 16 കൊടുക്കാം. S16 ഈസ് ഈക്വൽ ടു 16/2 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 16th ടേം, ഒന്നാം പദം പ്ലസ് 16ാം പദം. ഓക്കെ. S16ന്റെ വില 560 ആണ്. 560 ഈക്വൽ ടു 16/2 8 ആണ്. 8 ഇൻറ്റു x1 പ്ലസ് x16. ഓക്കെ. അപ്പോൾ x1 പ്ലസ് x16ന്റെ വാല്യൂ x1 പ്ലസ് x16 ഈസ് ഈക്വൽ ടു 560 ഡിവൈഡഡ് ബൈ 8. ഓക്കെ. അപ്പോൾ x1 പ്ലസ് x16ന്റെ വാല്യൂ 70 എന്ന് കിട്ടും അല്ലേ? ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് x1 പ്ലസ് x16ന്റെ വാല്യൂ 70 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നതിന് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കും. ഓക്കെ. ഞാനിവിടെ ആദ്യത്തെ ഇക്വേഷൻ ഇതിനോട് ഒപ്പം ചേർത്ത് എഴുതി വെക്കുവാണ്. x
1 പ്ലസ് എക്സ് 10 ഈക്വൽ ടു 46 ആണ്, 46. ഇക്വേഷൻ നമ്പർ 1 ആണ്. ഈ രണ്ട് ഇക്വേഷനിലും എക്സ് 1 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കുറച്ചാൽ ഇത് ക്യാൻസൽ ആവും, ഈ x1 ക്യാൻസൽ ആവും. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ, എങ്ങനെ മൈനസ് എന്ന് എഴുതുന്നത് പല രീതിയിൽ എഴുതാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 2 നിന്നും ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുന്നു, ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇത് 0 ആയിപ്പോയി. ഇത് കുറച്ച് തന്നെ എഴുതുക. എക്സ് പദങ്ങൾ തമ്മിൽ കുറക്കുവാണ്. അതായത് x16 മൈനസ് x10. റൈറ്റ് സൈഡിൽ 70 മൈനസ് 46 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x16 x16 മൈനസ് x10 ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് നമുക്ക് അറിയാവുന്ന രണ്ട് പദങ്ങൾ, 16-ാം പദവും 10-ാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് 24. നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളത്തിലാണെങ്കിൽ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ഒന്ന് എഴുതി വെക്കുക. ഡി ഈസ് ഈക്വൽ ടു പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ ഇവിടെ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടുത്തെ പദങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. പദങ്ങൾ x16 മൈനസ് x10 ആണ്. സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് 16-ാമത്തെ പദവും ഇത് 10-ാമത്തെ പദവും, 16 മൈനസ് 10 എന്നാണ്. ഓക്കെ, that is d equal to പദങ്ങളുടെ വ്യത്യാസം x16 മൈനസ് x10 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് 24 ആണ്. 24 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഒന്നാം പദം കാണാം. എങ്ങനെ കാണാം? ഒന്നാം പദം കാണുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് മാറ്റി എഴുതിയാൽ x1 പ്ലസ് x10 ആണ് 46. x1 പ്ലസ് x10. x1 എന്ന് പറയുന്നത് നമ്മൾ a എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. 10-ാം പദം എന്ന് പറയുന്നത് a പ്ലസ് 9d ആണ്. അപ്പോൾ അത് 46 എന്ന് കിട്ടും. ഡിയുടെ വാല്യൂ, ഡിയുടെ വില 4 എന്നാണ് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ a പ്ലസ് a 2a എന്ന് കിട്ടും. 2a പ്ലസ് 9 ഇൻറ്റു 4 ഈക്വൽ ടു 46. ദാറ്റ് ഈസ് 2a പ്ലസ് 36 ഈക്വൽ ടു 46 എന്നാവും. ഓക്കെ, അപ്പോൾ 2aയുടെ വാല്യൂ 46 മൈനസ് 36 എന്ന് കിട്ടും. അപ്പോൾ 2a എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ a എന്ന് പറയുന്നത് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നാം പദം 5 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലേ? ബീജഗണിത രൂപമാണ് ബി പാർട്ട്. xn ഈക്വൽ ടു dn പ്ലസ് a മൈനസ് d എന്നാണ്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നൊക്കെ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും സെയിം ആൻസർ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് d4 ആണ്. സോ 4n പ്ലസ് ഒന്നാം പദം 5 മൈനസ് 4. അപ്പോൾ ഇത് 4n പ്ലസ് 1 എന്ന് കിട്ടും. 4n പ്ലസ് 1. അടുത്തത് ഇതിൻ്റെ സി പാർട്ട് എസ് എൻ കാണാനായിട്ടാണ്. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു
ഫസ്റ്റ് ടേം പ്ലസ് nth ടേം, ഒന്നാം പദം പ്ലസ് അവസാന പദം. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. x1 ഒന്നാം പദമുണ്ട്, xn ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈക്വൽ ടു n/2 ഇൻറ്റു ഒന്നാം പദം. ഒന്നാം പദം 5 ആണ്. xn 4n പ്ലസ് 1 ആണ്. ഈക്വൽ ടു n/2 ഇൻറ്റു n ഉള്ളത് ആദ്യം എഴുതാം, 4n പ്ലസ് 6 എന്ന് കിട്ടും. ഒരു 2 പുറത്തെടുക്കാം നമുക്ക്. n/2 ഇൻറ്റു 2 പുറത്തെടുത്താൽ 2n പ്ലസ് 3, 2 കട്ടാവും. അപ്പോൾ n ഇൻറ്റു 2n പ്ലസ് 3, 2n സ്ക്വയർ പ്ലസ് 3n. ഓക്കെ.